മ്യൂസിക് സഫാരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഐഡിയലിസ്റ്റിക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, ഓൺ ഗോൾ കൺസൾട്ടൻസി ആൻഡ് പോപ്പുലർ പ്രൊട്ടക്ട്. മൂന്ന് പതിറ്റാണ്ടോളമായി മലയാളി നെഞ്ചിലേറ്റിയ എത്രയോ മികച്ച ഗാനങ്ങൾ അണിയിച്ചൊരുക്കിയ മലയാള ചലച്ചിത്ര സംഗീത ലോകത്തെ അത്ഭുത പ്രതിഭയാണ് ശ്യാം ജോസഫ് എന്ന ശ്യാം സാർ. മലയാളികളുടെ ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ സുഗന്ധം നിറച്ച അനുഗ്രഹീതനായ പ്രതിഭയാണ് ശ്യാം സാർ. ശ്രുതിയിൽ നിന്നും നാദശലഭങ്ങൾ വിരിയിച്ച് മലയാളിയുടെ മനസ്സിൽ തേന്മഴ പൊഴിയിച്ച ശ്യാം സാറിന്റെ ഓരോ ഗാനങ്ങളും നമുക്കെന്നും പ്രിയപ്പെട്ടതാണ്. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ, ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ. മൈനാകം എത്ര കേട്ടാലും മതിവരാത്ത മലയാളികളുടെ എവർഗ്രീൻ സോങ്സിന്റെ ലിസ്റ്റിൽ പെടുന്ന ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്ന്. ഒരു കാലഘട്ടത്തിലെ ഭാഗ്യ ജോഡികൾ തന്നെയായിരുന്നു ശങ്കറും മേനകയും. എത്രയോ ഹിറ്റ് ചിത്രങ്ങളിൽ നായികാ നായകന്മാരായി അവർ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ശ്യാം സാറിന്റെ സംഗീതത്തിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രമാണ് കടപ്പ്. PG വിശ്വംഭരൻ സാറിന്റെ സംവിധാനത്തിൽ സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അരോമണി ചേട്ടൻ നിർമ്മിച്ച സിനിമയായിരുന്നു അത്. നസീർ സാറും സോമേട്ടനും ഞാനും പിന്നെ രോജാരമണിയായിരുന്നു എൻ്റെ പേര്. ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ, എൻ്റെയും രോജാരമണിയുടെയും കോമ്പിനേഷനിൽ ചിത്രീകരിച്ച പാട്ടാണ് ഓളങ്ങൾ താളം തല്ലുമ്പോൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടറാണ് ശ്യാം സാർ. എൻ്റെ ഒരുപാട് ഹിറ്റ് ഫിലിംസ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഡയറക്ഷനിലുണ്ടായ പടങ്ങളാണ്. കൂട്ടിക്കിഴങ്ങിലും മമ്മൂക്കയുടെ കൂടെ ഒരു പാട്ടാകട്ടെ, പിന്നെ ദൂരെ ദൂരെ ഒരു ലാലേട്ടൻ്റെ കൂടെയുള്ള പാട്ടാകട്ടെ, ഇതൊക്കെ സാറിൻ്റെയാണ് മ്യൂസിക് ഡയറക്ടറുണ്ടായ പടങ്ങളാണ്. പ്രത്യേകിച്ച് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം സാറിൻ്റെ എന്താ പറയുക പ്രേമഗീതങ്ങൾ. അതിനൊരു പ്രത്യേക ഒരു ലയമുണ്ട്, പ്രത്യേക ഒരു എന്താ പറയുക കേൾക്കുമ്പോൾ വളരെ കൗതുകം തോന്നും. അങ്ങനത്തെ പാട്ടുകളാണ്. അതിൽ ഞാനും ശങ്കരേട്ടനും അഭിനയിച്ച പടത്തിൽ എങ്ങനെ നീ മറക്കുന്നത് ദേവതാര എന്നുള്ള പാട്ട് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. സുനിത പ്രൊഡക്ഷൻസിൻ്റെ തന്നെ എങ്ങനെ നീ മറക്കുമെന്ന് പറഞ്ഞ സിനിമ മണി സാർ തന്നെയാണ് അത് ഡയറക്റ്റ് ചെയ്തത്. മോഹൻലാലും ഞാനും മേനക അഭിനയിച്ച സിനിമയാണ്. അതിൻ്റെ റെക്കോർഡിങ്ങിന് പോകാൻ എനിക്കൊരു അവസരം കിട്ടി. എൻ്റെ ഓർമ്മയിൽ അത് തരങ്കിണി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ശ്യാം സാറിനെയും അതുപോലെ തന്നെ ചുനക്കര രാമൻകുട്ടി ചേട്ടനെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പം അന്ന് ദാസേട്ടൻ പാടുന്ന ഒരു പാട്ടിൻ്റെ റെക്കോർഡിംഗ് ആയിരുന്നു. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഈ സിനിമ റിലീസായി ഭയങ്കര ഹിറ്റായി കേരളത്തിൽ. അതുപോലെ തന്നെ അതിലെ പാട്ടുകളും. സത്യം പറഞ്ഞാൽ മഞ്ഞിലുരിഞ്ഞ പൂക്കളിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും 2 നല്ല പാട്ടുകളായിരുന്നു അത്. എവിടെ ചെന്നാലും ആ കാലഘട്ടത്തിൽ ഈ പാട്ടായിരുന്നു. ഏത് ഫംഗ്ഷന് ചെന്നാലും അതുപോലെ തന്നെ കോളേജിലൊക്കെ ആണെങ്കിൽ ക്യാമ്പസുകളിലൊക്കെ ഒരു ഫേവറേറ്റ് സോങ് ആയിരുന്നു ശരൽക്കാല സന്ധ്യ. അതിനുശേഷം ഒരു കോമ്പിനേഷൻ വർക്കൗട്ടായി. സുനിത പ്രൊഡക്ഷൻസ്, മണി സാറിൻ്റെ ഡയറക്ഷൻ, ശ്യാം സാറിൻ്റെ മ്യൂസിക്, അങ്ങനെ ആ ഒരു കോമ്പിനേഷനിൽ ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചു. മുത്തോട് മുത്ത്, എൻ്റെ കളിത്തോഴൻ, പച്ച വെളിച്ചം, അങ്ങനെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. അതിലൊക്കെ ഹിറ്റ് ഗാനങ്ങളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ശ്യാം സാറിൻ്റെ തന്നെ സംഗീതത്തിൽ മമ്മൂക്കയും ഞാനും അഭിനയിച്ച കോമ്പിനേഷനിൽ വന്നൊരു സിനിമയായിരുന്നു വിശ്വംഭരൻ സാറ് സംവിധാനം ചെയ്ത വീണ്ടും ചലിക്കുന്ന ചക്രം. അതിലും നല്ല ഗാനങ്ങളായിരുന്നു.
പിന്നെ ഒരു നോക്ക് കാണാനിൽ മേനകയുടെ കോമ്പിനേഷനിൽ ഞാൻ അഭിനയിച്ച ചന്ദനക്കുറിയുമായി വാ. അങ്ങനെ എത്രയോ പാട്ടുകൾ. ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ എവിടെ ചെല്ലുമ്പോഴും ഇപ്പോഴും ഈ അടുത്തൊക്കെ ഒരുപാട് ഫങ്ഷനൊക്കെ ചെന്നപ്പോഴൊക്കെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ സ്ക്രീനിലൊരു പാട്ട് കാണിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ നടന്നു വരുമ്പോൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു പാട്ട് അവിടെ പ്ലേ ചെയ്യും. മിക്കവാറും ദേവദാരു കൂട്ടുകാരി. ഇനി വരുന്ന യുവതലമുറയ്ക്ക് കൂടെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഡയറക്ഷനിലുള്ള പാട്ടുകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് എല്ലാവിധ നന്മകളും നേരട്ടെ, അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാ തെളിമാനം പൂത്ത നിശേതിനി, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഗായകരിലെ വലുപ്പച്ചെറുപ്പം നോക്കാതെ സംഗീതത്തിനനുസരിച്ച ശബ്ദം തിരഞ്ഞെടുക്കാൻ എന്നും ശ്രദ്ധിച്ചിരുന്നൊരു സംഗീത സംവിധായകനായിരുന്നു ശ്യാം സാർ. അങ്ങനെ മലയാളികൾക്ക് ഒരുപാട് നല്ല മികച്ച ശബ്ദം, പുതിയ ഗായകർ, അവർക്കെല്ലാം അവസരങ്ങൾ നൽകിയ സംഗീത സംവിധായകൻ കൂടിയാണ് ശ്യാം സാർ. പുന്നാരേ പൂന്തിങ്കളേ രാവിൻ ചായൽ തീരത്തുവാ. ശ്യാം സാറിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എല്ലാം എന്നോട് പറയാൻ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ശ്യാം സാറിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് 1981 അദ്ദേഹം ഒരു ദാസേട്ടന് വേണ്ടിയുള്ള ഒരു ട്രാക്ക് പാടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. എൻ്റെ ഓർമ്മ കൃത്യമായിട്ട് പറഞ്ഞാൽ ജെമിനി സ്റ്റുഡിയോയിലായിരുന്നു ആ റെക്കോർഡിങ്. അങ്ങനെ ജെമിനി സ്റ്റുഡിയോയിൽ പോയി അദ്ദേഹത്തെ കാണുന്നു, അദ്ദേഹം പാട്ട് പഠിപ്പിക്കുന്നു. അത് ഞാനും ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഗായകനുണ്ടായിരുന്നു. അങ്ങനെ 2 വോയിസ് ഉള്ള ഒരു ഗാനമായിരുന്നു. അതൊരു ട്രാക്ക് പാടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. മഞ്ഞേവാ കുളിരലമാല എന്നാണ് ആ ഗാനത്തിന്. മഞ്ഞേവാ കുളിരലമാല. മ്യൂസിക് സഫാരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഐഡിയലിസ്റ്റിക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, ഓൺ കോൾ കൺസൾട്ടൻസി ആൻഡ് പോപ്പുലർ പ്രൊട്ടക്ട്. ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, ഇലവിരത്തുമ്പുകളിളം മഞ്ഞുതിരും തളിർമരച്ചില്ലകളിൽ തഴുകി വരും തെന്നലിനും
കഥ പറയാനൊരു ശിശിരം. മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേക ശൈലി, പാട്ടുകൾക്കൊരു പ്രത്യേക ശൈലി, പാട്ടുകളുടെ മെലഡിക്ക് ഒരു പ്രത്യേക ശൈലി ഒക്കെ കൊണ്ടുവന്നത് അന്നത്തെ കാലത്ത് ദേവരായ മാഷും ഒരുപാട് മ്യൂസിക് ഡയറക്ടർ അബ്ദുൽ മാസ്റ്റർ, A.T. ഉമർ അവരൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ, അവരൊക്കെ വളരെ പോപ്പുലറായി നിൽക്കുന്ന സമയത്ത് തന്നെ ശ്യാം സാറും പാരലലി ഇതുമാതിരി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലുമായിട്ട് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓണങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവീനി എന്നെ നാണിച്ചിരിക്കുന്നു. ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവീനി എന്നെ നാണിച്ചിരിക്കുന്നു. നീലത്തുഴയാം നീന്തി തുടിക്കാം ഓടപ്പടവിൽ നമുക്കൊന്നിച്ചിരിക്കാം. വ്യത്യസ്തരായ ശബ്ദമുള്ള ഗായകർക്ക് അവസരങ്ങൾ നൽകി ഒരുപാട് ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള സംഗീത സംവിധായകൻ കൂടിയാണ് ശ്യാം സാർ. വിജയ ഗാർഡൻസിൽ റെക്കോർഡ് ചെയ്തൊരു ഗാനമായിരുന്നു മുന്നേറ്റം എന്ന ചിത്രത്തിലെ വളകിലുക്കം ഒരു വളകിലുക്കം എന്ന ഗാനം. അത് വാണിജ്യറാമും ഒത്ത് ഒരു യുഗ്മഗാനമായിരുന്നു. ആ ഗാനമാണ് വാസ്തവത്തിൽ ഇൻട്രൊഡ്യൂസിങ് ഉണ്ണിമേനൻ എന്ന് പറഞ്ഞ് തമ്പി സാറ് എന്നെ ആ ചിത്രത്തിലൂടെയായിരുന്നു പരിചയപ്പെടുത്തുന്നത്. എന്തിനു പറയുന്നു, അപ്പോൾ ശ്യാം സാറിൻ്റെ ഇതുമാതിരി അനവധി ഗാനങ്ങൾ ഞാൻ ട്രാക്ക് പാടിയത് തന്നെ എൻ്റെ ക്രെഡിറ്റിൽ തന്നെ വരികയാണ് ഉണ്ടായത്. ഈ നാട് എന്ന ചിത്രത്തിലെ മാനത്തെ ഹൂടി പോലെ എന്ന ഗാനം അത് ഫിസിക്കലി നല്ലൊരു സ്ട്രെയിനുള്ള ഒരു പണിയായിരുന്നു മ്യൂസിക് ഡയറക്ടറുകൾ. കാരണം ഇന്നത്തെ മാതിരി വളരെ എഫേർട്സ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ശ്യാം സാറ് ഞാൻ കണ്ടിട്ടുണ്ട് വളരെയധികം വേർത്തിങ്ങനെ കുളിച്ച് നിന്നിട്ട് കണ്ടക്ട് ചെയ്യുന്നതും ഒക്കെ. റീ റെക്കോർഡിങ് എസ്പെഷ്യലി പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് ചിലപ്പോൾ അസിസ്റ്റൻ്റ് ആക്കും, പക്ഷേ റീ റെക്കോർഡിങ്ങിന് ശ്യാം സാറിന് നിന്ന് റീ റെക്കോർഡിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമേറിയ കഥാപാത്രം തന്നെയായിരുന്നു കോട്ടയം കുഞ്ഞച്ചനിലേത്. ആ ചിത്രത്തിൽ ഹൃദയവനിയിലെ എന്ന് തുടങ്ങുന്ന ഗാനം ശ്യാം സാറിന് വ്യത്യസ്തമേറിയ രീതിയിലൊരു അനുഭവം തന്നെയായിരുന്നു. ആ ഗാനത്തെക്കുറിച്ച്, അത് കോമ്പോസിഷൻ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന അത്തരം അനുഭവങ്ങൾ ശ്യാം സാറിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. ദേവരാജൻ മാസ്റ്റർ, സലിൽ ചൗധരി, MS വിശ്വനാഥൻ, അങ്ങനെ സംഗീത പ്രതിഭകളോടൊപ്പം അവരെ അസിസ്റ്റ് ചെയ്യാൻ ഭാഗ്യമുണ്ടായ ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് ശ്യാം സാർ. ആ കാലഘട്ടങ്ങളിലെ ഓർമ്മകൾ നമുക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് അദ്ദേഹം ഇവിടെ.
കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാൻ ഈ രാവിൽ നീ കൂടെ വാ. കസ്തൂരിമാൻ കുരുന്നേ തിങ്കൾ തോളിൽ ആലോലമാടാൻ ഈ രാവിൽ നീ കൂടെ വാ. മ്യൂസിക് സഫാരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഐഡിയലിസ്റ്റിക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, ഓൺ കോൾ കൺസൾട്ടൻസി ആൻഡ് പോപ്പുലർ പ്രൊട്ടക്ട്. കണ്ണും കണ്ണും, പൂമാനമേ, വൈശാഖ സന്ധ്യേ, മൈനാകം, അങ്ങനെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ എത്രയോ ഗാനങ്ങൾ അദ്ദേഹം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. മലയാളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല ഗാനങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥാനം ഏറ്റെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഏറെ പ്രത്യേകതകളോടുകൂടി പങ്കുവെക്കേണ്ട കാര്യവുമാണ്. സംഗീത സംവിധാന മേഖലയിൽ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്ത സംഗീത സംവിധായകനാണ് ശ്യാം സാർ. ആ കാലഘട്ടങ്ങളിൽ വളരെയേറെ തിരക്കുകൾ സിനിമകളിൽ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന് ഒരു വലിയ വഴിത്തിരിവ് തന്നെയായിരുന്നു എൻ മനോഫലകങ്ങളിൽ എന്ന ക്രിസ്തീയ ഭക്തിഗാനം. മലയാളികളുടെ പ്രിയപ്പെട്ട ആ സംഗീത സംവിധായകനിൽ നിന്നും ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങൾക്കായി ഒരു സ്നേഹ സമ്മാനം എത്തുകയാണ്. നമസ്കാരം, ഞാൻ നിത്യ മാമൻ. ഞാനൊരു പുതിയ ക്രിസ്മസ് സോങ് പാടി. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വളരെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടറാണ്, ലിവിങ് ലെജൻഡാണ്, ശ്യാം സാറിന് വേണ്ടിയാണ് പാടിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ പാട്ട് തീർച്ചയായിട്ടും കേൾക്കണം. ശ്യാം സാർ നമുക്കറിയാം ഒരുപാട് നല്ല നല്ല എന്താ പറയുക മുത്തുകളാണ് നമുക്ക് മലയാള സിനിമയിൽ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ഒരുപാട് പാട്ടുകളുണ്ട്, നമുക്ക് ഒരു പാട്ട് മാത്രമായിട്ട് പറയാനും പറ്റില്ല. അപ്പം അദ്ദേഹത്തിനെ പോലെ ഒരു ലിവിങ് ലെജൻഡിന് വേണ്ടി പാടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. വിശേഷമായി വന്നു നീ മഞ്ഞ ശാന്തി പകർന്നിടുവാനാ തിരുജീവനെന്നുമേകാനാ ഇന്ന് ദൈവം നമ്മോട് കൂടെ. സുവിശേഷമായി വന്നു നീ മഞ്ഞ ശാന്തി പകർന്നിടുവാനായി തിരുജീവനെന്നുമേകാനാ ഇന്ന് ദൈവം നമ്മോട് കൂടെ. വാഗ്ദാനം പോലെ ഭുജാതനായ പുൽക്കൂടിൽ പുണ്യം നീയല്ലോ. ഈ ലോക പാപം തോളിച്ചു വാങ്ങിയ സ്വർലോകനാഥൻ നീയല്ലോ. അഖില ലോകവും മഹിമ കാണുവാൻ കാലം കാത്ത തിരു സന്തോഷം നീ. അഖില ലോകവും മഹിമ കാണുവാൻ കാലം കാത്ത തിരു സന്തോഷം നീ. സുവിശേഷമായി വന്നു നീ മഞ്ഞ ശാന്തി പകർന്നിടുവാനായി തിരുജീ
സുവിശേഷമായി വന്നു നീ മഞ്ഞിൽ ശാന്തി പകർന്നിടുവാനാ തിരുജീവനെന്നുമേകാനാ ഇന്ന് ദൈവം നമ്മോട് കൂടി. Christmas bells are ringing all around. Praise and sing to baby Jesus Christ. Santa Claus is coming to town. Merry Merry Christmas we all sing now. മിഴിക്കാത്തൊരു പുണ്യം നീ മിശിഹായുടെ ജന്മം പാരിൽ ബെത്ലഹേമിലെ ഇരുൾ വീഥികളിൽ അജർ കേട്ടു സംഗീതം. മിഴിക്കാത്തൊരു പുണ്യം നീ മിശിഹായുടെ ജന്മം പാരിൽ ബെത്ലഹേമിലെ ഇരുൾ വീഥികളിൽ അജർ കേട്ടു സംഗീതം. മർത്യരക്ഷയേകാ പുൽത്തൊഴുത്തിലിന്ന് പിറവിക്കൊണ്ട നാഥ പാടിടം ഹല്ലേലൂയാ. വാഗ്ദാനം പോലെ ഭുജാതനായ പുൽക്കൂടിൽ പുണ്യം നീയല്ലോ. ഈ ലോക പാപം തോളേറ്റു വാങ്ങിയ സ്വർലോകനാഥൻ നീയല്ലോ. അഖില ലോകവും മഹിമ കാണുവാൻ കാലം കാത്ത തിരു സന്തോഷം നീ. അഖില ലോകവും മഹിമ കാണുവാൻ കാലം കാത്ത തിരു സന്തോഷം നീ. സുവിശേഷമായി വന്നു നീ മഞ്ഞിൽ ശാന്തി പകർന്നിടുവാനായി തിരുജീവനെന്നുമേകാനായി ഇന്ന് ദൈവം നമ്മോട് കൂടെ. Christmas bells are ringing all around. Praise and sing to baby Jesus Christ. Santa Claus is coming to a town. Merry Merry Christmas we all sing now. Christmas bells are ringing all around. Praise and sing to baby Jesus Christ. Santa Claus is coming to a town. Merry Merry Christmas we all sing now. ശ്യാം സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒരു തലമുറ തന്നെ നെഞ്ചിലേറ്റിയ സമ്പുഷ്ടമാക്കിയ ഗാനശേഖരങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായി പറയാനുണ്ട്. എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും നേരുന്നു. മ്യൂസിക് സഫാരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഐഡിയലിസ്റ്റിക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, ഓൺ കോൾ കൺസൾട്ടൻസി ആൻഡ് പോപ്പുലർ പ്രൊട്ടക്ട്.